പാളയിൽ ചെയ്ത ഒരു പേപ്പർ പ്ലേറ്റും അതുപോലെ കരിമ്പിൻ ചണ്ടിയിൽ ചെയ്ത പേപ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ബഗാസ് അതായത് നമ്മുടെ ചോളത്തിൻ്റെ ചെയ്ത പ്ലേറ്റുകളും നമ്മൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വിൽക്കേണ്ടത് എങ്ങനെയാണ്, ഈ മിഷനിൽ എങ്ങനെ ചെയ്യേണ്ടത് വിശദീകരിക്കാം. എന്താണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പേപ്പർ ബാഗാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാള പ്ലേറ്റുകൾ, അതുപോലെ പേപ്പർ പ്ലേറ്റുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറഞ്ഞത് 50,000 മുതൽ 1 ലക്ഷം വരെയുള്ള മിഷനറികൾ ഉണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് വന്ന് ഇവിടെ ട്രെയിനിങ് കണ്ട് മാർക്കറ്റിംഗ് പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ആക്കാനും എക്സ്പോർട്ട് ചെയ്യാനും ഞങ്ങളിവിടെ അവസരങ്ങൾ തരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വന്ന് ഇതിലൊരു പരിശീലനം നേടാം. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്നൊരു വീട്ടമ്മയ്ക്ക് ചെറിയൊരു നിത്യ വരുമാനം നൽകാൻ ഞങ്ങളിവിടെ സഹായിക്കും. ഇതിൻ്റെ 10 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെ ബൗളുകളുണ്ട്. പാളയാണ്, അതെ പാളയാണ് ഇതിൻ്റെ മെയിൻ. പറമ്പിൽ കിട്ടുന്ന പാള കൊണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റ്, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആയിരുന്നു, നാച്ചുറലാണ്. ഇതിൽ കെമിക്കലൊന്നുമില്ല. വെള്ളത്തിൽ വാഷ് ചെയ്യുക, പ്ലേറ്റ് അടിക്കുക, പാക്ക് ചെയ്യുക, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഏതാ പാത്രം? ഇതിൽ തന്നെ കരിമ്പിൻ ചണ്ടിയിലുണ്ട്. ഇതും കരിമ്പിൻ ചണ്ടി സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന് ഡൈകൾ മാറ്റണം, നമ്മളെ ഷേപ്പ് മാറ്റണം. മിഷൻ ഒന്ന് മതി, ഡൈകൾ മാറ്റണം. ഇതിൽ തന്നെയാണ് ഈ ചോളത്തിന്റെ പൊടി കൊണ്ട് ചെയ്യുന്നതും. പിന്നെ നാച്ചുറൽ പ്ലേറ്റ് ഉള്ളത് എക്കോ ഫ്രണ്ട്ലി ബയോ പേപ്പറിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.